എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്കായി വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2026 ഫിഫ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏവ? 2026 ഫിഫ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി അമേരിക്ക, കാനഡ, മെക്സിക്കോ. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളായിട്ടാണ് 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത്. 2026 ഫിഫ ലോകകപ്പിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. മൊത്തം 104 മത്സരങ്ങൾ ഈ ടൂർണമെന്റിൽ ഉണ്ടായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് വകുപ്പിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് വകുപ്പിനെയാണ്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ആർട്ടിക്കിൾ 32നെ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നും വിളിക്കുന്നു. മൗലികാവകാശ ലംഘനങ്ങൾക്കെതിരെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണിത്. ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്? ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് നിലവിലെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ സി ആനമുടി. ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. സമുദ്രനിരപ്പിൽ നിന്നും 2695 മീറ്റർ ഉയരമുള്ള ആനമുടി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആയതിനാൽ ഇതിനെ ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് എന്നും വിളിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന രക്തകോശങ്ങൾ ഏവ? ശരീരത്തിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന രക്തകോശങ്ങൾ ഏവ? ഓപ്ഷൻ ബി ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ്. ശ്വേതരക്താണുക്കളാണ് ശരീരത്തിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന രക്തകോശങ്ങൾ. ശ്വേതരക്താണുക്കൾ പ്രധാനമായും 5 തരത്തിലുണ്ട്. ന്യൂട്രോഫിൽസ്, ലിംഫോസൈറ്റുകൾ, മോണോസൈറ്റുകൾ, ഈസിനോഫിൽസ്, ബേസോഫിൽസ്. ഇവ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗമാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ സി അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്രസഭയുടെ 9ാമത് സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ്. ഇദ്ദേഹം മുൻപ് പോർച്ചുഗൽ പ്രധാനമന്ത്രിയായിരുന്നു. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു ഓപ്ഷൻ ബി കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് ആണ് ബ്ലൂ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന രാസവസ്തു. ബ്ലൂ വിട്രിയോളിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് പെൻറ്റാഹൈഡ്രേറ്റ് എന്നതാണ്. കാർഷിക മേഖലയിൽ ഫംഗസ് നാശിനിയായി ഇത് ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനം ഏതാണ്? ഓപ്ഷൻ ബി 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത്. ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരം 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആചരിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ലാറ്ററൈറ്റ് മണ്ണ്, വെട്ടുകൽ മണ്ണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ഇരുമ്പ്, അലുമിനിയം എന്നിവയുടെ സാന്നിധ്യം മൂലമാണ്. റബ്ബർ, കശുവണ്ടി, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഈ മണ്ണ് അനുയോജ്യമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ്
സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി. കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയാണ്. ഇന്ത്യയിലെ ഏത് നഗരമാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ഏത് നഗരമാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ബംഗളൂരു. ഇന്ത്യയിൽ ബംഗളൂരു നഗരമാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ IT തലസ്ഥാനമായും അറിയപ്പെടുന്നത് ബംഗളൂരു തന്നെയാണ്. 2026 ശൈത്യകാല ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ്? 2026 ശൈത്യകാല ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ഓപ്ഷൻ ബി മിലാൻ, കോർട്ടിന. ഇറ്റലിയിലെ മിലാൻ, കോർട്ടിന നഗരങ്ങളാണ് 2026 ശൈത്യകാല ഒളിമ്പിക്സിന് വേദിയാകുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയും പോറസ് രാജാവും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? അലക്സാണ്ടർ ചക്രവർത്തിയും പോറസ് രാജാവും തമ്മിൽ നടന്ന യുദ്ധം ഏതായിരുന്നു? ഓപ്ഷൻ സി ഹൈഡാസ്പസ് യുദ്ധം, ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ്. ഹൈഡാസ്പസ് യുദ്ധമാണ് അലക്സാണ്ടർ ചക്രവർത്തിയും പോറസ് രാജാവും തമ്മിൽ നടന്ന യുദ്ധം. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത്? കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചത്. 1951 ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം ഏതാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം? ഓപ്ഷൻ ബി 1993. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസാക്കിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. 9ാമത് ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 9ാമത് ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ ഒന്നാം ഭേദഗതി. 1951 ഫസ്റ്റ് അമെൻമെന്റ് ആക്ട്. ഒന്നാം ഭേദഗതി പ്രകാരമാണ് 9ാമത് ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 9ാം ഷെഡ്യൂൾ ചേർത്തത് പ്രധാനമായും ഭൂപരിഷ്കരണ നിയമങ്ങളെ സംരക്ഷിക്കാനായിരുന്നു. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിലാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ഓപ്ഷൻ സി ഐക്കൺ ഓഫ് ദി സീസ്. ഐക്കൺ ഓഫ് ദി സീസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ. റോയൽ കരീബിയൻ ഇന്റർനാഷണലിൻ്റെതാണ് ഐക്കൺ ഓഫ് ദി സീസ് എന്ന കപ്പൽ. കോശത്തിലെ ഊർജ നിലയം, പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയാണ് കോശത്തിലെ പവർ ഹൗസ്, കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത്. മൈറ്റോകോൺട്രിയയിലാണ് കോശത്തിന് ആവശ്യമായ ATP തന്മാത്രകൾ നിർമ്മിക്കപ്പെടുന്നത്. സാരനാഥിലെ അശോക സ്തംഭത്തിൽ കാണപ്പെടാത്ത മൃഗം ഏതാണ്? കുതിര, ആന, കടുവ, കാള. തന്നിരിക്കുന്നവയിൽ സാരനാഥിലെ അശോക സ്തംഭത്തിൽ കാണപ്പെടാത്ത മൃഗം ഏതാണ്? ഓപ്ഷൻ സി കടുവ. തന്നിരിക്കുന്നവയിൽ കടുവയാണ് സാരനാഥിലെ അശോക സ്തംഭത്തിൽ കാണപ്പെടാത്ത മൃഗം. സിംഹം, കുതിര, കാള എന്നിവയാണ് സാരനാഥിലെ അശോക സ്തംഭത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ. ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 28. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്. CV രാമൻ രാമൻ പ്രഭാവം, രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി 28 ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി സിക്കിം. സിക്കിമിലാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക
മിശ്രിത പൈതൃക കേന്ദ്രം മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ആദ്യ പേര് എന്തായിരുന്നു? വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ആദ്യ പേര് എന്തായിരുന്നു? ഓപ്ഷൻ ബി ട്രെയിൻ 18. ട്രെയിൻ 18 എന്നതായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ആദ്യ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. കേരളത്തിലെ ആദ്യത്തെ ഇ ഗവേണൻസ് ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഇ ഗവേണൻസ് ജില്ല ഏതാണ്? ഓപ്ഷൻ ബി പാലക്കാട്. പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ ഇ ഗവേണൻസ് ജില്ല. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ജപ്പാൻ. ജപ്പാനിലാണ് 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2026 ജപ്പാനിലെ ഐച്ചി നാഗോയിലാണ് 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഡോക്ടർ അരവിന്ദ് പനഗരിയയാണ് ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 280 ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ സി ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ശാസ്താംകോട്ട തടാകം ഒരു റാംസർ സൈറ്റ് കൂടിയാണ്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരെല്ലാം ചേർന്നാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരെല്ലാം ചേർന്നായിരുന്നു? ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും. ചിത്തരഞ്ജൻ ദാസ്, സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നായിരുന്നു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി ഔദ്യോഗികമായി രൂപീകരിച്ചത്. കമ്പ്യൂട്ടറിലെ താൽക്കാലിക മെമ്മറി ഏതാണ്? കമ്പ്യൂട്ടറിലെ താൽക്കാലിക മെമ്മറി. ഓപ്ഷൻ സി റാം. റാൻഡം ആക്സസ് മെമ്മറി. റാം ആണ് കമ്പ്യൂട്ടറിലെ താൽക്കാലിക മെമ്മറി. റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് വൈദ്യുതി നിലച്ചാൽ ഇതിലെ വിവരങ്ങൾ നഷ്ടപ്പെടും. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. ഓപ്ഷൻ ഡി വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഫീൽഡ് എയർപോർട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഫീൽഡ് എയർപോർട്ട് ഏതാണ്? ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി എയർപോർട്ട്. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി എയർപോർട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഫീൽഡ് എയർപോർട്ട്. 2025 ഇന്ത്യയിലെ 2ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ മരണാനന്തരം ലഭിച്ച പ്രമുഖ മലയാള വ്യക്തിത്വം ആരാണ്? 2025 ഇന്ത്യയിലെ 2ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ മരണാനന്തരം ലഭിച്ച പ്രമുഖ മലയാള വ്യക്തിത്വം. ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായരാണ് 2025 ഇന്ത്യയിലെ 2ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ മരണാനന്തരം ലഭിച്ച പ്രമുഖ മലയാള വ്യക്തിത്വം. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഓപ്ഷൻ ബി ഡെമോക്രിറ്റസ്. ഗ്രീക്ക് ഫിലോസഫറായിരുന്ന ഡെമോക്രിറ്റസ് ആയിരുന്നു ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ആറ്റം എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ അവിഭാജ്യം എന്നാണ് അർത്ഥം. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? RTI ആക്ട് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12. ഓപ്ഷൻ സി 2005 ഒക്ടോബർ 12 RTI ആക്ട് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ബാറ്ററി കണ്ടുപിടിച്ചത് ആരാണ്? ബാറ്ററി കണ്ടുപിടിച്ചത്. ഓപ്ഷൻ ബി അലസാൻഡ്രോ വോൾട്ട. അലസാൻഡ്രോ വോൾട്ടയാണ് ബാറ്ററി കണ്ടുപിടിച്ചത്. വോൾട്ടായിക്
പൈൽ എന്നറിയപ്പെടുന്ന ആദ്യത്തെ ബാറ്ററി ഇദ്ദേഹമാണ് നിർമ്മിച്ചത്. ഉത്തരായന രേഖ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? ഉത്തരായന രേഖ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? ഓപ്ഷൻ ബി 8. ഉത്തരായന രേഖ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്ത്യയെ വടക്ക് തെക്ക് ഭാഗങ്ങളായി വിഭജിക്കുന്നത് ഉത്തരായന രേഖയാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ് 8 സംസ്ഥാനങ്ങൾ. കേരളത്തിൽ ആദ്യത്തെ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ആരായിരുന്നു? കേരളത്തിൽ ആദ്യത്തെ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ ആയിരുന്നു കേരളത്തിൽ ആദ്യത്തെ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ. സർദാർ KM പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ ഫസൽ അലി കമ്മീഷനിലെ അംഗവും കൂടിയായിരുന്നു. സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ചൊവ്വ. ചൊവ്വയാണ് സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചൊവ്വയിലെ മണ്ണിലുള്ള അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് അതിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയും കൂടിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ഭഡ്ല. രാജസ്ഥാനിലെ ഭഡ്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഭഡ്ല സോളാർ പാർക്ക് ലോകത്തിലെ തന്നെ വലിയ പദ്ധതികളിൽ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം എവിടെയാണ്? ഓപ്ഷൻ സി ഇന്ത്യ. ഇന്ത്യയിലെ ജമ്മു കശ്മീരിലുള്ള ചെനാബ് റെയിൽവേ ബ്രിഡ്ജാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം. ചെനാബ് പാലം പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഉയരമുള്ളതാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം? ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം? ഓപ്ഷൻ ബി 1911. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് 1911. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. സൂര്യനിലും നക്ഷത്രങ്ങളിലും പ്രധാനമായി അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. കേരള സ്റ്റേറ്റ് IT മിഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സ്റ്റേറ്റ് IT മിഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള സ്റ്റേറ്റ് IT മിഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. IT അധിഷ്ഠിത സേവനങ്ങളെ ഏകോപിപ്പിക്കുന്ന നോഡൽ ഏജൻസിയാണ് IT മിഷൻ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. സിമന്റ് കണ്ടുപിടിച്ചത് ആരാണ്? സിമന്റ് കണ്ടുപിടിച്ചത് ഓപ്ഷൻ എ ജോസഫ് ആസ്പിഡിൻ. ജോസഫ് ആസ്പിഡിനാണ് സിമന്റ് കണ്ടുപിടിച്ചത്. ജോസഫ് ആസ്പിഡിൻ ഇതിനെ പോർട്ട്ലാൻഡ് സിമന്റ് എന്നാണ് വിളിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം. 2016 കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? റിട്ട്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് റിട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെഷ്വറി, ക്വാവറൻഡോ എന്നിവയാണ് 5 പ്രധാന റിട്ടുകൾ.
ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ചേരിചേരാ നയത്തിൻ്റെ നോൺ അലൈൻഡ് മൂവ്മെൻറ്റിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളായിരുന്നു നെഹ്റു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി സുന്ദർബൻസ്. വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് പ്രദേശം. സുന്ദർബൻസ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു കണ്ടൽക്കാടാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.